സെന്തിലേട്ടാ നമസ്കാരം. രമേശേട്ടാ നമസ്കാരം. രമേശേട്ടാ, ഞാനേ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. രമേശേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണോ? അപ്പോൾ അത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചോദിക്കാം. അത് മറന്നു പോകാനിരിക്കാനായിട്ട് കുറച്ച് എഴുതി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തന്നുവിട്ടിരിക്കുകയാണ്. കാരണം പുള്ളിക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹം പോയിട്ട് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നോടൊന്ന് പറ്റുമെന്ന് ചോദിക്കാനാണ് പറഞ്ഞത്. എന്തെങ്കിലും പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചോളാം. ടെൻഷനാക്കി വെച്ചിട്ടാണല്ലോ തുടങ്ങുന്നത്. അതല്ല അഞ്ചലേ, ഇനിയിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പരിപാടിയും കൂടി ഇല്ലാണ്ടാവും, അതുകൊണ്ടാണ്. ആണോ? ശരി, കഴിഞ്ഞിട്ട് ചോദിക്കും, നമുക്ക് നോക്കാം. രമേശേട്ടാ, ഞാൻ ഈ വേദിയിൽ വന്നിട്ട് ഞാൻ ബ്യൂട്ടി പാർലർ തുടങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ അറിയാത്ത പലരും അറിഞ്ഞു. ഒരുപാട് കസ്റ്റമർ ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ട്. വളരെ സന്തോഷം. ഒപ്പം തന്നെ ഞാൻ മുമ്പ് പലരുടെ കയ്യിൽ നിന്നും കാശ് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരും അറിഞ്ഞു. അവരിപ്പോൾ ചോദിച്ചു വരുന്നുണ്ട്. വളരെ ശോകം. അതോടുകൂടി എൻ്റെ ഉറക്കം അങ്ങോട്ട് പോയി. അപ്പോഴാണ് ഫ്രണ്ട് റിയാസ് പറയുന്നത് യൂട്യൂബിൽ സ്ലീപ്പി മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെന്ന്. അതായത് ഉറങ്ങുന്നതിനുള്ള മ്യൂസിക്. ഉറക്കം കിട്ടാത്ത രാത്രികളിൽ ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് സ്ലീപ്പി മ്യൂസിക് ഇങ്ങനെ വെച്ച് കേട്ട് ഉറങ്ങാൻ തുടങ്ങും. ഉറക്കം പിടിച്ചു വരുമ്പോഴായിരിക്കും ഏതെങ്കിലും സിനിമയുടെ ഒരു പരസ്യം കയറി വരും. യോ സാമ്യേ വായോ സാമ്യേ മന്മഥ സാമ്യേ മങ്കര സാമ്യേ പോകിരി സാമ്യേ. അതോടുകൂടി ഉള്ള ഉറക്കം അങ്ങോട്ട് പോകും. ഇതുപോലെ തന്നെ കയറി വരുന്ന മറ്റൊരു പരസ്യമാണ് പരിപ്പട വാങ്ങാൻ ഫോൺ പേ എന്നുള്ളവർ. ഇന്ന് രാവിലെ ഈ പരസ്യം കണ്ട് ഞാൻ പരിപ്പട വാങ്ങാനായിട്ട് ചായക്കടയിൽ പോയി. അവിടെ നിന്ന് ഒരു പരിപ്പട വാങ്ങിച്ച് ഫോൺ പേയുടെ QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് ഇങ്ങനെ മൊബൈലും പിടിച്ച് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ചേച്ചി വന്നിട്ട് ഒരു ഒറ്റയടി എൻ്റെ കരണം. ആ ചേച്ചി വിചാരിച്ചത് ഞാൻ ഒളിച്ചു നിന്ന് ആ ചേച്ചിയുടെ ഫോട്ടോ എടുക്കണമെന്ന്. ഒരു കണക്കിന് ഞാൻ ആ ചേച്ചിനെ പറഞ്ഞു മനസ്സിലാക്കി. ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഭാര്യനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു ഒരു പിടുത്തില്ല. കാരണം ഉറപ്പായിട്ട് അവൾ പറയും ഞാൻ മനഃപൂർവ്വം ആ ചേച്ചിയുടെ ഫോട്ടോ എടുത്താണെന്നുള്ളത്. അത്രയ്ക്ക് വിശ്വാസമാണ് എന്നെ. അതിനൊരു കാരണമുണ്ട്. ഒരു ദിവസം ഞാൻ ഭാര്യയ്ക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തക്കൂസ് ബ്യൂട്ടി പാർലറിന്റെ ഒരു ലൊക്കേഷൻ മാപ്പ് ഇട്ടിട്ട് ഞാൻ അവളെയും കൊണ്ടുപോയി. അവളോട് പറഞ്ഞില്ല, സർപ്രൈസ് അല്ലേ. പക്ഷെ വണ്ടി ചെന്ന് നിന്നത് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട തക്കൂസിന്റെ വീട്ടിൽ. ഈ വാട്സപ്പിൽ നിന്ന് ലൊക്കേഷൻ മാപ്പ് സെലക്ട് ചെയ്തപ്പോ അറിയാതെ ഒന്ന് മാറിപ്പോയതാണ് സംഭവം. തക്കൂസ് സർപ്രൈസ് ആയി, ഭാര്യ ഡിപ്രസ് ആയി, എന്റെ കാര്യം ഡിസ്കണക്ട് ആയി. വർത്താനായി, ബഹളായി, ആകെ സീനായി. കുറെ നാള് ഞങ്ങൾ മിണ്ടാണ്ട് കിടന്നു. ഇപ്പൊ ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോയാലോ ഒരുമിച്ചൊരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലോ ഞങ്ങളുടെ പ്രശ്നം തീർന്നില്ല. പക്ഷെ ഒരു ദിവസം അപ്രതീക്ഷയായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ചാനൽ ചർച്ച കാണാനിടയായി. ഇവള് ഭയങ്കര സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, നമ്മളൊക്കെ എന്ത് ഡീസന്റ് അല്ലേ ചേട്ടാ. അതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രശ്നവും തീർന്നു. അപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് ചാനൽ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം മുടങ്ങാണ്ട് ഒരു പ്രശ്നമില്ല, സുഖജീവിതം. പിന്നെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഫ്രണ്ട് റിയാസ് വീണ്ടും പറയണത് യൂട്യൂബിൽ മോട്ടിവേഷൻ വീഡിയോസ് ഉണ്ടെന്ന്, അതൊന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ടു. ഈ 6 കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാം. ഈ 6 കാര്യങ്ങളുള്ള ഒരു 600 വീഡിയോ ഞാൻ കണ്ടു. വീഡിയോ ഇടുന്ന ആള് രക്ഷപ്പെടുന്നല്ലാതെ എൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. പിന്നെ അങ്ങനെ നോക്കി വരുമ്പോഴാണ് വേറൊരു വീഡിയോ കണ്ടത്. ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന പ്രോഗ്രാമിൽ എങ്ങനെ നിങ്ങൾക്ക് പങ്കെടുക്കാം, ഒരു എളുപ്പ വഴി. ഞാൻ കണ്ടപ്പോ അത് കൊള്ളാല. ഞാനപ്പോ ഈ വീഡിയോ ഇട്ട ആളൊന്ന് വിളിച്ചു. അപ്പൊ ആള് പറയാ, എന്റെ പൊന്നു ചേട്ടാ, ഞാൻ 5-8 തവണ അവിടെ ഓഡിഷന് വന്നു, ഇതുവരെ എനിക്ക് സെലക്ട് ആയിട്ടില്ല. അവിടെ വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ പെർഫോം ചെയ്യാനുള്ള കണ്ടന്റ് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതന്നെയല്ല, ഇപ്പൊ പുള്ളിക്ക് യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ഓഡിഷനിൽ കിട്ടാത്ത കുട്ടികളൊക്കെ വെച്ചിട്ട് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഈ അവസരത്തിൽ എനിക്കൊരു അപേക്ഷ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സാറായതുകൊണ്ടും ഞാൻ അവിടുത്തെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ടും പറയല്ല, അദ്ദേഹത്തിന് ഈ വേദിയിൽ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഒരാൾക്കൊരു പരിഭവമുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. അപ്പൊ ഞാനത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. സാറിന് വേണ്ടിയിട്ടൊന്ന് ചോദിച്ചോളൂ. കൗണ്ടർ നിങ്ങൾ കേൾക്കുന്നില്ലേ? കൗണ്ടർ നിങ്ങൾ തെച്ചിട്ടില്ലേ? ചെയ്യാത്തൊരു കൗണ്ടറിനും ചെയ്യാതെ നിന്നവനും കൺമുന്നിൽ ഞാൻ വന്നിട്ടും ചെയ്യുന്നില്ലല്ലോ. കയ്യിൽ കണ്ടന്റില്ലഞ്ഞിട്ടോ സ്ത്രീ ഭീഷു നെഞ്ചില്ലിടിപ്പു കൂടിയിട്ടോ. കയ്യിൽ കണ്ടന്റ് ഞാനിട്ടോ സ്ത്രീ ഭീഷു നെഞ്ചില്ലിടിപ്പു കൂടിയിട്ടോ. സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. ഏത് ആ സാറാ? കണ്ടന്റ് ഇല്ലാത്ത സാറാ? ആ സാറിന് ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും ഒരു പെർഫോം ചെയ്യണം. അതാണ് നിങ്ങൾ പറയാൻ വെച്ച കണ്ടന്റ് ഒക്കെ എടുത്ത് പുള്ളിക്ക് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ മാറിക്ക്. അപ്പൊ പുള്ളിക്ക് വരാലോ. അല്ല, അതാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ പരിപാടി ഇവിടെ നടക്കില്ല. ഓ, താങ്ക് യു, നന്ദി, നമസ്കാരം. ഗുഡ്.